നമ്മൾ നേരെ കണ്ണൂരേക്ക് പോവുകയാണ്. സജോ ദേവസ്യ. അതെ, കണ്ണൂരിൽ സജോ ദേവസ്യ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. സജോ, നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു എക്സിറ്റ് പോള് അതിന് വന്നതിന് ശേഷവും അതിനു മുമ്പും എന്ന മട്ടിലേക്ക് നമ്മളുടെ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ പ്രത്യേകിച്ച് മാറുന്നുണ്ട്. ആ എക്സിറ്റ് പോളുകളിൽ വന്ന ചില കണക്കുകളിൽ അതിനെ ചൊല്ലിയുള്ള ചർച്ചകൾ, തർക്കങ്ങളൊക്കെ നമ്മൾ ഈ ദിവസങ്ങൾ കണ്ടതാണ്. എന്താണ് കണ്ണൂരിലെ സാഹചര്യം? ഏത് ക്യാമ്പിനാണ് ചെറിയ തോതിലെങ്കിലും ആവേശമുള്ളത്? ആഘോഷ പരിപാടികൾ ആരാണ് നേരത്തെ തുടങ്ങുക നാളെ കണ്ണൂരിൽ? വിജയകുമാർ, ഹാഷ്മി, എക്സിറ്റ് പോളുകളൊക്കെ വന്നതിന് ശേഷം നമ്മൾ ഈ വോട്ടുകളുടെ ശതമാനക്കണക്കുകളൊക്കെ കണ്ണൂരിനെ സംബന്ധിച്ച് പരിശോധിക്കുകയായിരുന്നു. അതിൽ നമ്മളുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി സംഭവിച്ചൊരു കാര്യം, പലപ്പോഴും മറ്റു പല മണ്ഡലങ്ങളെ സംബന്ധിച്ചൊക്കെ എക്സിറ്റ് പോളുകളൊക്കെ പൊതുവെ അതിൻ്റെ വോട്ട് ശതമാന കണക്കുകളൊക്കെ പരിശോധിക്കുമ്പോൾ ഒരു മേൽക്കൈ പ്രവചിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും കടുത്ത മത്സരം, അല്ലെങ്കിൽ വളരെ നേരിയ വോട്ടുകളുടെ വ്യത്യാസമോ ശതമാനമോ പ്രവചിക്കുന്ന ഒരു മത്സരമാണ് കണ്ണൂരിലേതെന്നത് അങ്ങേയറ്റം രാഷ്ട്രീയ കൗതുകം നിറഞ്ഞതായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഈ മുന്നണികളുടെ പ്രതീക്ഷ സംബന്ധിച്ച് പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും നമുക്ക് പിടിതരാത്തൊരു കാര്യം, കണ്ണൂരിൽ സംസ്ഥാനത്ത് ഈ പോളിംഗ് ശതമാനം സംബന്ധിച്ച് കണ്ണൂരിൽ പോളിംഗ് കഴിഞ്ഞ തവണത്തെ 2019 നിന്ന് താരതമ്യപ്പെടുത്തുമ്പോൾ പോളിംഗ് ശതമാനം വളരെ തോതിൽ കുറഞ്ഞു. അതിൽ UDF ഏറ്റവും കൂടുതൽ മേൽക്കൈ അവർ പ്രതീക്ഷിക്കുന്ന രണ്ട് മണ്ഡലങ്ങൾ, ഒന്ന് ഇരിക്കൂർ മണ്ഡലം, അതായത് സാധാരണഗതിയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ പരിശോധിച്ചാൽ ഏതാണ്ട് ഒരു 60,000-ഓളം വോട്ടുകൾ മട്ടന്നൂർ മണ്ഡലത്തിൽ LDF ലീഡുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് അത്രത്തോളം എത്തിയില്ലെങ്കിലും LDF ഭൂരിപക്ഷത്തെ UDF മറികടക്കുന്നത് പലപ്പോഴും ഇരിക്കൂർ മണ്ഡലത്തിലെ ഭൂരിപക്ഷം വെച്ചാണ്. അവിടെ ഇത്തവണ 8.5% വോട്ടുകളുടെ കുറവാണ് രേഖപ്പെടുന്നത്. അതായത് പോളിംഗ് ശതമാനത്തിൽ മൊത്തം 7 മണ്ഡലം എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കുറവ് പോളിംഗ് ശതമാനം ഇരിക്കൂർ മണ്ഡലത്തിലാണ്. ഒന്നാമത്. രണ്ടാമത് UDF ഭൂരിപക്ഷം സമ്മാനിക്കുന്ന ഒരു മണ്ഡലമാണ് പേരാവൂർ. അവിടെ 7% വോട്ട് കുറഞ്ഞു. പിന്നീട് വരികയാണെങ്കിൽ കണ്ണൂർ നിയമസഭാ മണ്ഡലം, അഴീക്കോട് നിയമസഭാ മണ്ഡലം എന്നിവിടങ്ങളാണ്. അവിടെയും സമാനമായി പരിശോധിച്ചാൽ പോളിംഗ് ശതമാനത്തിൽ കാര്യമായ വ്യത്യാസമില്ലെങ്കിലും ആകെ പോൾ ചെയ്യപ്പെട്ട വോട്ടുകൾ എടുക്കുകയാണെങ്കിൽ LDF ആധിപത്യമുള്ള മണ്ഡലങ്ങളെക്കാൾ കുറവ് രേഖപ്പെടുത്തി എന്നതാണ് ഇതിൽ നമ്മളെ കുഴപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് LDF പറയുന്നത് UDF കേന്ദ്രങ്ങളിൽ പോൾ ചെയ്യപ്പെട്ട വോട്ടുകൾ, അതായത് 2019 പോലെ വലിയ തരംഗമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ കൂടുതൽ വോട്ടുകൾ UDF ശക്തി കേന്ദ്രങ്ങളിൽ വോട്ടുകൾ കൂടുതൽ പോൾ ചെയ്യപ്പെട്ടേനെ എന്നാണ്. ഇതാണ് LDF ഒരു പ്രതീക്ഷ. പക്ഷേ അപ്പോഴും UDF ക്യാമ്പ് പറയുന്നൊരു കാര്യം, കഴിഞ്ഞ തവണ പരിശോധിച്ചാൽ ബിജെപിയുടെ വോട്ട് ഷെയർ എടുത്താൽ 6.56%. അത് ഈ എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത് പ്രകാരമാണെങ്കിൽ അതൊരു 12, 13, 14% വരെ പ്രവചിക്കുന്ന എക്സിറ്റ് പോളുകളുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ അത് കൂടുതൽ ആശങ്ക UDF ക്യാമ്പിനായിരിക്കും എന്നതാണ് LDF ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിൻ, അല്ലെങ്കിൽ അവരുടെ ഒരു ആത്മവിശ്വാസത്തിന് ശക്തി പകരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ പഴയതുപോലെ ആ ഒരു പോളിംഗ് ശതമാനത്തിൽ വലിയ കുറവുണ്ട്, അത് തങ്ങൾക്ക് ഗുണം ചെയ്യും എന്ന് LDF പ്രതീക്ഷിക്കുന്നു. ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ ഒപ്പം ആ വോട്ട് സുധാകരൻ, KPCC അധ്യക്ഷൻ, UDF ക്യാമ്പിന് ചെറുതല്ലാത്ത നെഞ്ചിടിപ്പുണ്ട്. അത് സജോയ്ക്ക് കേൾക്കാം, ആ നെഞ്ചിടിപ്പ് അല്ലേ? വിജയകുമാർ, അങ്ങനെ ഒരു നെഞ്ചെടുപ്പുണ്ട്. പക്ഷേ ചരിത്രവും കഥകളും അങ്ങനെയല്ല. UDF സംബന്ധിച്ച് പരമ്പരാഗതമായി അവരുടെ ശക്തി കേന്ദ്രമാണ് UDF. എന്തായാലും LDF ഒരു ഘട്ടത്തിലും, അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പെടുത്താൽ LDF ശക്തി കേന്ദ്രങ്ങളിലൊക്കെ ലീഡ് ചെയ്തത്, അതായത് LDF വോട്ടുകളിൽ തന്നെ വിള്ളൽ ഉണ്ടാക്കാൻ കെ സുധാകരന് കഴിഞ്ഞിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ 1 ലക്ഷത്തോട് അടുത്ത് നിൽക്കുന്ന ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നു. പരമ്പരാഗതമായി UDF തന്നെയാണ് മേൽക്കൈ. അവർക്ക് അപ്പോഴും, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് കണക്കുകൾ 1 ലക്ഷത്തിന് മുകളിൽ, ഏതാണ്ട് 1.25 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം ഇപ്പോൾ നിയമസഭയിലെ പഴയ കണക്ക് വെച്ച് നോക്കിയാൽ മാത്രമുണ്ട് LDF. പക്ഷെ അതൊരിക്കലും ലോക്സഭയിൽ എപ്പോഴും UDF പിന്തുണ. നാളെയാണ് അറിയേണ്ടത്. എന്തായാലും അവിടെ നടന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഇപ്പോൾ വിജയകുമാർ, അവിടെ ഇപ്പൊ എക്സിറ്റ് പോൾ പറയുന്ന പോലെ UDF മുന്നേറ്റം ഉണ്ടാവുകയും KPCC അധ്യക്ഷൻ തൂക്കുകയും ചെയ്യുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർക്ക് ചിന്തിക്കാനേ ആവുന്നില്ല. അല്ലാതെ ഈ എക്സിറ്റ് പോളിലെ ഒരു കണക്ക് 6% BJP 12% ആക്കും. അത് സംബന്ധിച്ച് കുറച്ച് ആശങ്കാജനകമാണ്. ഞാൻ പറയുന്നത് അങ്ങനെ തോൽക്കുന്നത് ഇപ്പൊ അവരുടെ കപ്പിത്താൻ തോക്കുകയും അവർ എന്താണ് അങ്ങനെ അവസ്ഥ ഉണ്ടാക്കി അവർ ചിന്തിക്കാനാവില്ല. MV ജയരാജൻ തോക്കുന്ന CPM ഓർക്കാനാവില്ല. അപ്പൊ അവരുടെ ടെൻഷൻ കൺഫ്യൂഷൻ നമുക്ക് തന്നെ ടെൻഷൻ തോന്നുന്നു. പാലായി തോറ്റപോലിരിക്കും. അപ്പോ നമ്മളൊരു 10 മണി വരെ കാത്തിരിക്കേണ്ടി വരും. അവിടുത്തെ സൂചന കിട്ടാൻ ചിലപ്പോൾ അവസാന റൗണ്ട് വരെയും കാത്തിരിക്കേണ്ടി വരും. ഇരിക്കൂർ പേരാവൂർ അവിടെ കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ 10 ഒരു കട്ട് ഓഫ് ടൈം ആക്കി. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.